ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇങ്ങനെയാക്കി മാറ്റിയ ആ പ്രസ്ഥാനമുണ്ടല്ലോ, അതിൻ്റെ നേതാക്കളുണ്ടല്ലോ, അതിൽ തന്നെ രാഷ്ട്രീയ ഗുരുവായി നിൽക്കുന്ന ആളുണ്ടല്ലോ, ഷാഫി പറമ്പിലിനെ പോലുള്ളവരുണ്ടല്ലോ, അവരൊക്കെ ഇപ്പോഴും എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇയാൾക്ക് വളം വെച്ച് കൊടുക്കുന്നത് ഒരു നിമിഷം തള്ളിപ്പറഞ്ഞോ, അയാളെ പുറത്താക്കിയോ, മാറി നിൽക്കാൻ പറഞ്ഞോ, രാജിവെക്കാൻ പറഞ്ഞോ? സമൂഹത്തിൽ ആ കാര്യമെങ്കിൽ സ്ത്രീകൾക്കൊരു ധൈര്യം ഉണ്ടാക്കി കൊടുക്കാൻ ഇവർ പറഞ്ഞോ? കൊടുത്ത പരാതി ഇതാ എം.എ. ഷഹനാസ് കൊടുത്ത പരാതി, മറ്റ് 2 സ്ത്രീകൾ കൊടുത്ത പരാതി, ഈ ഷാഫി പറമ്പിൽ എന്ത് ചെയ്തു? ഒരു SFI നേതാവ് AISFൻ്റെ വനിതാ നേതാവിനെ ചവിട്ടിയപ്പോൾ അത് അന്ന് CPM ആണോ അതിൻ്റെ ഉത്തരവാദി? പാർട്ടി സെക്രട്ടറിയാണോ ഉത്തരവാദി? മുഖ്യമന്ത്രിയാണോ ഉത്തരവാദി? അല്ല. എങ്കിൽ ഇതിൻ്റെ ഉത്തരവാദി പ്രതിപക്ഷ നേതാവ്. പക്ഷേ ഇവിടെ ഉത്തരവാദികളുണ്ട്. അതല്ലേ അതെന്താ? ഇവിടെ ഉത്തരവാദിത്തമുള്ള ആളുകളുണ്ട്. ഞാനാണ് രാഹുലിനെ ഞങ്ങളാണ് ഇദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്നതെന്ന് പറഞ്ഞു നിന്ന ആളുകളുണ്ട്. ഇവിടെ എൻ്റെ പിൻഗാമിയാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. ആ പാർട്ടിക്കകത്ത് നിന്ന് ആ ശബ്ദരേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ കേൾക്കുന്നത്. അതെ, AISFൻ്റെ വനിതാ നേതാവിൻ്റെ ഇപ്പോഴുള്ള അവരുടെ അഭിപ്രായം ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്, എടുത്ത് നോക്ക്. ഡോക്ടർ ലാലെ, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നെ കണ്ടിങ്ങനെ ഓരോ ചോദ്യത്തിനും ഉത്തരം പറയിപ്പിച്ചാൽ നിങ്ങൾ കുഴങ്ങും. ഇത് CPM ചാനലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ സുഹൃത്തുക്കളാണ്. വെറുതെ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കുക. നമുക്ക് രാഷ്ട്രീയ CPMനോടും എന്നോടും ഒക്കെയുള്ള അങ്ങനെ വല്ലാത്ത ഒരു ജാഗ്രതയുണ്ടല്ലോ, അത് എന്നെ വല്ലാതെ കോൾമയർ കൊളിപ്പിക്കുന്നുണ്ട്. അത് ഞാൻ അങ്ങ് അനുഭവിക്കുന്നു. പക്ഷെ അതേസമയം അങ്ങൊന്ന് ആലോചിക്കൂ, ഈ പറയുന്ന MLA ഈ രാത്രിയിലും അയാൾ അവിടെ MLA ആയി തുടരുന്നതിന് കാരണം ഒരു പാർട്ടിയാണ്. നാളെ മാതൃക കാണിച്ചു എന്ന് പറഞ്ഞ് വരരുത്. അയാൾ രാജിവെച്ച് പുറത്തു പോയാൽ അത് ഞങ്ങൾ കോൺഗ്രസ് എടുത്ത നടപടിയാണെന്ന് പാർട്ടി പറയരുത്. അല്ല, ഇതുപോലെ മറിച്ചു പറയരുത്. ആ കൊല്ലം MLAയും മറ്റുള്ള MLAയും ഞങ്ങളുടെ പാർട്ടിയിലുണ്ടെന്നുള്ളതും മറിച്ചു പറയരുത്. ഞാൻ പറയട്ടെ ഡോക്ടർ ലാലെ, നമ്മളിങ്ങനെ തർക്കിച്ചു പോയിട്ട് കാര്യമില്ല. കാരണം ഞാനൊരു കാര്യം പറയാം, എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും നേതാക്കൾക്ക് വിധേയരായവരും നേതാക്കളെ ധിക്കരിച്ചു പോകുന്നവരൊക്കെ ഉണ്ട്. ഇവിടെ സംഭവിച്ചത് എന്താണ്? ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. കോൺഗ്രസിൻ്റെ UDFൻ്റെ ഒരു MLA നടത്തിയ ചില അപമര്യാദകൾ പുറത്താവുകയും അത് ചർച്ചയാവുകയും അത് പൊതുസമൂഹം ചർച്ചയാക്കിയപ്പോൾ യാതൊരു വിധത്തിലുള്ള പരാതിയും ലഭിക്കാതെ പോലീസിൻ്റെ നടപടിയില്ലാതെ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കി. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം MLA എന്നാണ് ദീപാദാസ് മുൻഷി പറഞ്ഞത്. പിന്നെ താങ്കൾ എങ്ങനെ ഇത് പറയും? യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു എന്ന് ഇന്ന് CPM പത്രം കൊടുത്ത വാർത്ത ശരിയോ തെറ്റോ? യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് ഞങ്ങളാരും ആവശ്യപ്പെട്ടിട്ടല്ല രാജിവെച്ചത്, നടപടിയല്ല എന്ന് ദീപാദാസ് മുൻഷി പറഞ്ഞതിനെ താങ്കൾ എതിർക്കുന്നോ? എൻ്റെ ഡോക്ടർ ലാലെ, ദീപാദാസ് മുൻഷി പറഞ്ഞാലും VD സതീശൻ പറഞ്ഞാലും സംഭവിച്ചോ? യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇന്നത്തെ പത്രത്തിന്റെ ഇതിൽ മുൻഷി പറഞ്ഞതാണോ VD സതീശൻ പറഞ്ഞതാണോ ശരി? ഇതിൽ രണ്ടിൽ ഏതാണ് ശരി? VD സതീശൻ പറഞ്ഞാണ് ശരി. എന്താ സംശയം? അപ്പോൾ ഈ ഹൈക്കമാൻഡിന് ഇതിൽ ഉത്തരവാദിത്തമില്ലേ? ഈ കേരളത്തിലെ പാർട്ടിയെക്കുറിച്ചുള്ള അവരുടെ അധികാരങ്ങൾ എന്താണ്? അവർ പറയുന്നതിൽ എന്താർത്ഥം? നോക്കൂ ഡോക്ടർ ലാലെ, ഞാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കുറിച്ച് ആദ്യം നിങ്ങളെ പഠിപ്പിക്കാം. അതായത് ദീപാദാസ് മുൻഷി AICCയുടെ സെക്രട്ടറിയാണ്. AICCയുടെ സെക്രട്ടറി പറഞ്ഞ എന്താ? രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വമേധയാ രാജിവെച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലൂടെ രാജിവെക്കാൻ ആവശ്യപ്പെട്ടത് KPCC ആണ്. KPCC ആവശ്യപ്പെട്ട രാജി രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തി. അതാണ് ദീപാദാസ് മുൻഷി പറഞ്ഞത്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഹൈക്കമാൻഡിനെ പഠിപ്പിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവില്ല. ശരി.